ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നിയ്യത്ത്. പലപ്പോഴും പല ആളുകൾക്കും അശ്രദ്ധ കൊണ്ട് നിയ്യത്ത് നഷ്ടപ്പെടാറുണ്ട്. നിയ്യത്ത് നഷ്ടപ്പെട്ടവർക്ക് ഉദ്ഹിയ്യത്ത് ലഭിക്കുന്നതല്ല. സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ നവൈത്തുൽ ഉദ്ഹിയ്യത്തുൽ മസ്നൂനത്ത എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. അറബിയിൽ തന്നെ വെച്ചുകൊള്ളണമെന്നില്ല, മലയാളത്തിലും വെക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഈ മൃഗത്തെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ കരുതി എന്ന് മനസ്സിൽ കരുതുകയും അതോടുകൂടെ നാവുകൊണ്ട് ഒന്ന് പറയുകയും ചെയ്യുക. ഇതാണ് നിയ്യത്ത്. മുൻകൂട്ടി നേർച്ചയുടെ വാചകം ഉപയോഗിച്ച് നിർണയിക്കപ്പെട്ട ഉദ്ഹിയ്യത്തിന്റെ മൃഗമാണെങ്കിൽ അവിടെ പിന്നെ പ്രത്യേകിച്ച് നിയ്യത്തിന്റെ ആവശ്യം ഇല്ല. എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയത്തും നിയ്യത്ത് വെക്കാം. അതുപോലെ ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തെ തീരുമാനിച്ചതിന് ശേഷം, നിർണയിക്കപ്പെട്ടതിന് ശേഷവും നിയ്യത്ത് വെക്കാവുന്നതാണ്. പലപ്പോഴും പല ആളുകളും അറവിന്റെ സമയത്ത് നിയ്യത്ത് വെക്കാം എന്ന് കരുതി നിൽക്കും. അറവിന്റെ വെപ്രാളത്തിൽ നിയ്യത്ത് മറന്നുപോകും. അദ്ദേഹത്തിന് ഉദ്ഹിയ്യത്ത് ലഭിക്കുന്നതല്ല. കാരണം അറവിന് ശേഷം ഉദ്ഹിയ്യത്തിന്റെ നിയ്യത്ത് വെച്ചത് കൊണ്ട് കാര്യമില്ല, അതിന് പ്രസക്തിയില്ല, ഉദ്ഹിയ്യത്തിനെ ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കുന്നതും അല്ല. അതുകൊണ്ട് ഒന്നുകൂടെ നല്ലത് അറക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തെ തീരുമാനിച്ചതിന് ശേഷം, നിർണയിക്കപ്പെട്ടതിന് ശേഷം നിയ്യത്ത് വെക്കലായിരിക്കും നല്ലത്. 7 പേര് കൂടിയാണ് ഒരു മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറക്കുന്നത് എങ്കിൽ 7 പേരും നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. നവൈതു അൽ ഉദ്ഹിയ്യത്തുൽ മസ്നൂനത്ത, ഞാൻ എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ കരുതി എന്ന് കരുതാം. അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരാളെ നിയ്യത്ത് വെക്കാൻ ചുമതലപ്പെടുത്താവുന്നതാണ്, വക്കാലത്താക്കാവുന്നതാണ്. ആ സമയത്ത് അദ്ദേഹം കരുതേണ്ടത്, എന്നെ വക്കാലത്താക്കിയ ചുമതലപ്പെടുത്തിയ എല്ലാവരുടെയും സുന്നത്തായ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. നിയ്യത്ത് വെക്കാനും അറവ് നടത്താനൊക്കെ മറ്റൊരാളെ ചുമതലപ്പെടുത്തുന്നതിന് വിരോധമില്ല, അനുവദനീയമാണ്. പക്ഷെ അറവിനൊക്കെ ഒരാളെ ചുമതലപ്പെടുത്തുന്ന സമയത്ത് അറവിന്റെയും ഉദ്ഹിയ്യത്തിന്റെയൊക്കെ മസലകളും നിയമങ്ങളൊക്കെ അറിയുന്നവരെ ഏൽപ്പിക്കലാണ് ഉത്തമം. റബ്ബ് സുബ്ഹാനഹു വ തആല കർമ്മങ്ങളൊക്കെ മുറ പോലെ നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.